പാർവതിയെ പോലെ ഒരുവൾ. ദത്ത, ആരാ ഇത്? രാജശേഖരൻ പകപ്പോടെ ചോദിച്ചു. പാർവതിയമ്മ, ദത്തൻ പറഞ്ഞു. അപ്പോൾ ഈ നിൽക്കുന്നതാരാ? രാജശേഖരൻ അവരുടെ അടുത്ത് നിൽക്കുന്ന പാർവതിയെ ചൂണ്ടി ചോദിച്ചു. ഇതാരാണ്? ഞാനാണ് പാർവതി. ദത്തൻ്റെ അടുത്ത് നിൽക്കുന്ന തൻ്റെ മുഖമുള്ളവളെ നോക്കി അവൾ പറഞ്ഞു. അതെങ്ങനെ ശരിയാകും? രണ്ട് പാർവതിയോ? ഒരാളല്ലേ പാർവതി, മറ്റേത് ആരാണ്? ഇതിൽ ഒറിജിനൽ പാർവതി ആരാണെന്ന് നിങ്ങൾ പറ. നന്ദൻ അവരെ നോക്കി പറഞ്ഞു. മഹിയേട്ടാ, ഇവൾ വേറെ ആരോ ആണ്, കള്ളിയാണ്. ഞാനാണ് മഹിയേട്ടൻ്റെ പാർവതി. മഹാദേവൻ്റെ അരികിലേക്കായി ചെന്നുകൊണ്ട് പറഞ്ഞു. മഹാദേവൻ ദത്തൻ്റെ അരികിൽ നിൽക്കുന്നവളെ നോക്കി തന്നെ നിന്നു. മോനെ കാശി, ഞാനാടാ നിന്റെ അമ്മ. മഹാദേവൻ ശ്രദ്ധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കി കാശിയോട് പറഞ്ഞു. അമ്മേ ഞാനാണ് പാർവതി, ഇവൾ വേറെ ആരോ ആണ്. പാർവതി തൻ്റെ അമ്മയുടെ അരികിലേക്ക് ചെന്ന് പറഞ്ഞതും അവർ അവളെ മാറ്റി നിർത്തി. മഹിമോനെ, എന്താ ഇത്? എൻ്റെ മകൾ പാർവതി തല ആരാണ്? രാധികാമ്മ മഹാദേവനോടായി ചോദിച്ചു. ദത്തൻ അവരെയും കൂട്ടി അകത്തേക്ക് കയറി. അവരോട് തന്നെ ചോദിക്കാം അമ്മേ, അയാൾ ഗൗരവത്തോടെ പറഞ്ഞു. രണ്ടുപേരിപ്പോൾ കുറച്ചടുത്താക്കിയാണ് നിൽപ്പ്. ഒരാളുടെ മുഖത്ത് സന്തോഷമാണെങ്കിൽ ഒരാളുടെ മുഖത്ത് ദേഷ്യമാണ്. ഇനി നിങ്ങൾ പറ, ഇതിൽ ആരാണ് പാർവതി? മഹാദേവൻ കൈകൾ കെട്ടി നിന്ന് ചോദിച്ചു. അരികിലായി കാശിയും നിന്നു. മഹിയേട്ട, ഞാനാണ് പാർവതി. എന്നെന്താ മനസ്സിലാക്കാത്തെ? ഇത്രയും നാൾ കൂടെ ഉണ്ടായിരുന്ന പാർവതി ദേഷ്യത്തോടെ പറഞ്ഞു. ദേവേട്ട, നന്ദൂട്ട. ദത്തൻ്റെ ഒപ്പം വന്നവർ കരഞ്ഞുകൊണ്ട് അവരെ വിളിച്ചു. അവരുടെ ആ വിളിയിൽ രാധികാമ്മയുടെ കയ്യിലെ ഗ്ലാസ് നിലത്തേക്ക് വീണു. എല്ലാവരും പകപ്പോടെ വന്ന് കയറിയവളെ നോക്കി. മോളെ പാറു. രാധിക കരഞ്ഞുകൊണ്ട് കയറി വന്നവളെ കെട്ടിപ്പിടിച്ചു. അമ്മേ. അവർ രാധികയെ കെട്ടിപ്പിടിച്ചതും എത്ര കണ്ടു നിന്നവർ അവളെ പിടിച്ചു വലിച്ച് തള്ളാൻ കൈയോങ്ങി. എന്നാൽ മഹാദേവൻ അവരുടെ കൈ തടഞ്ഞു പിടിച്ച് പാർവതിയെ തൻ്റെ നെഞ്ചോരം ചേർത്തു. പവിത്ര. മഹാദേവൻ അവരെ നോക്കി ഒച്ചയെടുത്തതും പവിത്ര ഞെട്ടി. നീ എന്താ കരുതിയേ? ഇവളുടെ സ്ഥാനത്ത് നീ വന്ന ഞാൻ നിന്നെ സ്നേഹിക്കുമെന്നോ? എന്നാ നിനക്ക് തെറ്റി. എൻ്റെ ദേവിയെ എനിക്കറിയാം. അവളുടെ ദേവേട്ടനാണ് ഞാൻ. അവളുടെ സ്ഥാനത്തേക്ക് വന്ന് കയറിയപ്പോൾ അവളുടെ പുറമേയുള്ള സ്വഭാവ സവിശേഷത നീ മനസ്സിലാക്കി. പക്ഷേ എൻ്റെ അരികിൽ അവൾ എങ്ങനെയെന്ന് പഠിക്കാൻ നിനക്കായില്ല. കാശിയോടും പാർവണിയോടും എങ്ങനെയാണെന്ന് നീ മനസ്സിലാക്കിയില്ല. അതാണ് നിനക്ക് വന്ന മിസ്റ്റേക്ക്. പിന്നെയുമുണ്ട് നീ ഒളിപ്പിച്ചു വെച്ചിരുന്ന നിന്റെ കയ്യിലെ ടാറ്റു. എത്രയൊക്കെ മറച്ചു പിടിച്ചാലും ഈശ്വരനായി തെളിയിച്ചു തരും. നീ മഹി എന്ന് വിളിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയിരുന്നു എന്തൊക്കെയോ മാറ്റങ്ങൾ ഉണ്ടെന്ന്. നീ വേറെ ആരോ ആണെന്നും എൻ്റെ പെണ്ണിനെ കൊല്ലാൻ നോക്കിയവളല്ലേ നീ. ഇവൾ നോക്കിയായിട്ട് നിന്റെ മുന്നിലുള്ള കളി അവസാനിപ്പിക്കുകയുള്ളൂ എന്ന് ഞാൻ അന്നേ തീരുമാനിച്ചതാണ്. അതിനായി കാത്തിരിക്കുകയായിരുന്നു. മഹാദേവൻ ദേഷ്യത്തോടെ പറഞ്ഞു. എന്താ ഇവിടെ നടക്കുന്നത്? പാർവതിയെ പോലെ ഒരുവൾ. അതെങ്ങനെ? ഒന്നും മനസ്സിലാകുന്നില്ല. ആരേലൊന്ന് വ്യക്തമായി പറഞ്ഞു തരാമോ? ദേവനാരായണൻ ദേഷ്യത്തോട് ചോദിച്ചു. അത് പറയാൻ പറ്റിയ ആള് ഇപ്പൊ വരും. മഹാദേവൻ പുറത്തേക്ക് നോക്കിയപ്പോൾ കണ്ടൊരു കാറ് അവരുടെ വീട്ടുമുറ്റത്ത് വരുന്നത്. അതിൽ നിന്നും ഹരിയും ഒരു പ്രായമായ സ്ത്രീയും ഇറങ്ങി. പിന്നിൽ നിന്നും വേറൊരു സ്ത്രീയും ഇറങ്ങി. അവരകത്തേക്ക് കയറി വന്നതും എല്ലാവരും സംശയത്തോടെ നോക്കി അവരെ. ദേവിക്കെന്നെ മനസ്സിലായിട്ടുണ്ടാകില്ല അല്ലേ? നിനക്ക് ലക്ഷ്മി ദേവിയെ ഓർമ്മയുണ്ടോ? പ്രായമായ സ്ത്രീ രാധികയോട് ചോദിച്ചു. ലക്ഷ്മി, നീയോ? ദേവി അവരെ നോക്കി സന്തോഷത്തോടെ വിളിച്ചു. മറന്നിട്ടില്ല എന്നെ? അവരും സന്തോഷത്തോടെ പറഞ്ഞു. മറക്കാനോ? എൻ്റെ ഒരേ ഒരു കൂട്ടുകാരിയല്ലേ നീ. സുഖമല്ലേ നിനക്ക്? ദേവി സന്തോഷത്തോടെ ചോദിച്ചു. സുഖം. ഞാൻ വന്നത് നിന്നോട് ക്ഷമ ചോദിക്കാനാണ് ദേവി. മനസ്സിലായില്ല? ദേവി സംശയത്തോടെ ചോദിച്ചു. ഒരാളും ചെയ്യാത്തൊരു തെറ്റ് ഞാൻ നിന്നോട് ചെയ്തിരുന്നു. അതും എൻ്റെ ഭർത്താവ് പറഞ്ഞിട്ട്. അങ്ങനെ ചെയ്യാതിരുന്നെങ്കിൽ ഇന്നെൻ്റെ കൂടെ ഉണ്ടാകിയ എൻ്റെ ഭർത്താവ്. പവിത്രയെ നോക്കി ദേഷ്യത്തോടെ അവർ പറഞ്ഞു. നിനക്കറിയോ ഈ കുട്ടിയെ? പവിത്രയെ ചൂണ്ടിക്കൊണ്ട് അവർ ചോദിച്ചു. അറിയാം. എനിക്കല്ലാതെ ഞങ്ങളുടെ പവിയെ വേറെ ആർക്കും അറിയാം. എൻ്റെ മകളായിട്ടല്ലേ വളർന്നത്. ഇപ്പം ചില തെറ്റിദ്ധാരണ മൂലം ചെയ്തു കൂട്ടിയതൊക്കെ കൊള്ളരുതായ്മകളാണ്. ഞാനെന്ത് കൊള്ളരുതായ്മയാ ചെയ്തത്? എനിക്കറിയണം. ഞാൻ ആഗ്രഹിച്ചതൊന്നും നിങ്ങൾക്ക് നടത്തി തരാനായില്ല. പവിത്ര ദേഷ്യത്തോടെ ഒച്ചയെടുത്തു. നിന്റെ എന്താഗ്രഹമാണ് നിന്നെ അത്രയും സ്നേഹത്തോടെ വളർത്തിയ നിന്റെ അച്ഛൻ നടത്തി തരാതിരുന്നത്? എൻ്റെ അറിവിൽ നീ വാശി പിടിച്ചത് ഈ നിൽക്കുന്ന മഹാദേവന് വേണ്ടിയാണ്. അതും ഈ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞതാണെന്നും അറിഞ്ഞിട്ട് നീ വാശി പിടിക്കുന്നതെന്ന് അറിഞ്ഞതുകൊണ്ടാണ് നടത്തി തരാതിരുന്നത്.
നല്ലൊരു ജീവിതം നിന്റെ അച്ഛൻ നിനക്കായി തന്നിരുന്നു. നിന്നെ പൊന്നുപോലെ നോക്കുന്നവനെയാണ് കൈപിടിച്ച് ഏൽപ്പിച്ചത്. എന്നിട്ടും നിനക്ക് ആ ജീവിതത്തിൽ സന്തോഷിക്കാനായില്ല. പിന്നെ ഞങ്ങളെല്ലാം നിന്റെ അച്ഛനും അമ്മയും, യഥാർത്ഥ അച്ഛനും അമ്മയുമാണ് ഈ നിൽക്കുന്നത്. നിനക്കറിയാം അത്. പക്ഷേ നിന്നെ ഇതൊക്കെ അറിയിച്ചാൽ വേറെ രീതിയിലാണ് പറഞ്ഞു ഫലിപ്പിക്കുന്നത്. എത്ര വട്ടം ഞങ്ങൾ പറഞ്ഞു, നീ ഒന്ന് കേൾക്കാൻ കൂട്ടാക്കിയോ? ലക്ഷ്മി ദേവി പൊട്ടിക്കരഞ്ഞു. എന്നാൽ ലക്ഷ്മി ദേവി പറഞ്ഞൊരു കാര്യം കേട്ട് ഭദ്രാദേവിയും രാജശേഖരനും ഞെട്ടി. നീ എന്താ ലക്ഷ്മി ഇപ്പോൾ പറഞ്ഞത്? പവിത്ര ഞങ്ങളുടെ മകളാണെന്നോ? അതെ, നിങ്ങളുടെ മകളാണിത്. നിങ്ങൾക്ക് ആദ്യത്തെ പ്രസവത്തിൽ ഇരട്ട കുട്ടികളായിരുന്നു. ഞാൻ മറച്ചു വെച്ചതാണത്. ഒപ്പൻ്റെ ഭർത്താവും പൊറുക്കാൻ പറ്റാത്ത തെറ്റായി ചെയ്തത്. എന്തൊക്കെയാ ലക്ഷ്മിനെ പറയുന്നത്? ഞാൻ പറഞ്ഞത് സത്യമാണ് ദേവി. ഇതാ നിങ്ങളുടെ ഒറിജിനൽ സ്കാനിങ് റിപ്പോർട്ട്സ്. അന്നത്തെ കാലത്ത് സ്കാനിങ് റിപ്പോർട്ട് അവൾക്ക് കൊടുത്തു. ഞാൻ പറയാമെല്ലാം. പലവട്ടം പറയണമെന്ന് കരുതിയതാണ്. പക്ഷേ ഒരമ്മയായ നിനക്കത് താങ്ങാനാവില്ല എന്ന് കരുതിയത് കൊണ്ട് ഞാൻ മറച്ചു വെച്ചു. കല്യാണം കഴിഞ്ഞ് 1 വർഷമായിട്ടും കുട്ടികളില്ലാതായപ്പോൾ ഒരു ഡോക്ടറായി എനിക്ക് സംശയങ്ങൾ ഉണ്ടായി തുടങ്ങി. അന്ന് ഞാൻ രാമേട്ടനോട് കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങളൊരു ചെക്കപ്പ് നടത്തി. അങ്ങനെയാണ് അറിഞ്ഞത് കുട്ടികൾ ഉണ്ടാവില്ല എന്ന്. അതോടെ തകർന്നു ഞങ്ങളുടെ മനസ്സ്. പിന്നീട് ഞാൻ ഹോസ്പിറ്റൽ പോയതോടെ രാമേട്ടൻ എന്നെ നിർബന്ധിച്ചു വിട്ടു. രാമേട്ടനും ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ സ്കാനിങ് വിഭാഗത്തെ ഡോക്ടറായിരുന്നു. അത് ഗർഭിണിയുടെ സ്കാനിങ് ആയിരുന്നു കൂടുതലും നോക്കിയിരുന്നത്. ആ ഇടക്കാണ് നീ എന്നെ കാണാൻ വന്നത്. അതും നിന്റെ ഫസ്റ്റ് പ്രഗ്നൻസി. എൻ്റെ കൂട്ടുകാരി ആയതുകൊണ്ട് നീ ഒരമ്മയായ സന്തോഷത്തിലും നിന്നെ ഞാൻ കെയർ ചെയ്തിരുന്നു. ഫസ്റ്റ് സ്കാനിങ്ങിന് അറിഞ്ഞിരുന്നു നിനക്ക് ട്വിൻസ് ആണെന്ന്. അന്നേട്ടൻ എനിക്ക് തന്നയച്ച സ്കാനർ റിപ്പോർട്ട് ഫേക്കായിരുന്നു. ഞാൻ നിങ്ങളോട് കുഴപ്പമില്ല മരുന്നൊക്കെ കുറിച്ച് തന്നു വിട്ടു. അന്ന് വീട്ടിലെത്തുമ്പോൾ ഞാൻ വൈകിയിരുന്നു. രാമേട്ടൻ നേരത്തെ എത്തിയിരുന്നു. പക്ഷേ ഞാൻ വീട്ടിലെത്തുമ്പോൾ കാണുന്നത് എന്തൊക്കെയോ ചിന്തിച്ച് നടക്കുന്ന എൻ്റെ ഭർത്താവിനെ ആയിരുന്നു. എന്തു പറ്റി രാമേട്ട? എന്തിനെങ്ങനെ നടക്കുന്നേ? എന്തേലും വയ്യായികയുണ്ടോ? ഒന്നുമില്ല ലക്ഷ്മി. ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ അനുസരിക്കോ? എന്താ കാര്യം? അത് നിന്റെ കൂട്ടുകാരിയില്ലേ ഭദ്രാദേവി, അവർക്ക് ഇരട്ട കുട്ടികളാണ്. ഏയ്, ഏട്ടന് തെറ്റി. ഒരു കുട്ടിയുള്ളൂ. ഞാൻ കണ്ടതല്ലേ സ്കാനിങ് റിപ്പോർട്ട്. അല്ല, എനിക്ക് തെറ്റിയതല്ല. ഞാൻ മനഃപൂർവ്വം മാറ്റി എഴുതിയതാണ്. അവർക്ക് ഇരട്ട കുട്ടികളാണ്. രാമേട്ടൻ എന്തേ പറയുന്നത്? ലക്ഷ്മി പകപ്പോട് ചോദിച്ചു. രാമകൃഷ്ണൻ തൻ്റെ ലക്ഷ്മിയെ നോക്കി ബാക്കി പറയാനൊരുങ്ങി. അത് നീ അവരോട് പറയരുത്, ഇരട്ടിക്കുട്ടികളാണെന്ന്. എന്തിനാ പറയാതിരിക്കുന്നത്? അവർക്ക് സന്തോഷമുള്ള കാര്യമല്ലേ. നമുക്കതിലെ ഒരു കുഞ്ഞിനെ വളർത്താം. എന്തൊക്കെയാ രാമേട്ട പറയുന്നത്? നോക്ക് ലക്ഷ്മി, നമുക്ക് ഈ കുട്ടികൾ ഉണ്ടാവില്ല. ആ സത്യം നമ്മൾ അറിഞ്ഞു. ഒരു കുഞ്ഞിനെ താലോലിക്കാൻ നിനക്കും എനിക്കും ആഗ്രഹമുണ്ട്. ഈശ്വരനായി കാണിച്ചു തന്ന വഴിയാണിത്. രാമേട്ട, കുട്ടികളുണ്ടാകില്ല എന്ന് എനിക്കറിയാം. പക്ഷേ മറ്റൊരാളുടെ മാതൃത്വം അവരുടെ കുഞ്ഞ് നഷ്ടമാകുമ്പോൾ ആ വേദന അത് സഹിക്കാൻ പറ്റാത്ത ഒന്നാണ്. നമുക്ക് കുഞ്ഞിനെ ദത്തെടുക്കാനുള്ള ഓപ്ഷൻ നോക്കാം. അല്ലാതെ ഇത് വേണ്ട. ദത്തെടുക്കുമ്പോൾ ചെറിയ കുഞ്ഞിനെ കിട്ടാൻ പാടാണ്. ഇതാകുമ്പോൾ ജനിക്കുമ്പോൾ തൊട്ട് നമ്മുടെ കുഞ്ഞായി വളരും. ഒരിക്കലും സത്യങ്ങളൊന്നും അറിയാതെ വളർത്തിയെടുക്കാം നമ്മുടെ കുഞ്ഞായി. അവരറിഞ്ഞാലുള്ള ഭവിഷ്യത്തുകൾ എന്താണെന്നറിയൂ? ലക്ഷ്മി ആവലാതിയോടെ ചോദിച്ചു. ഒരിക്കലും അറിയില്ല. നീ പറയരുത്. ഇരട്ട കുട്ടികളാണെന്ന്. പിന്നെ പ്രസവത്തിനും അത് എന്തെങ്കിലും കാരണം പറഞ്ഞ് ഓപ്പറേഷൻ ആക്കണം. നോർമൽ ഡെലിവറി ആകുമ്പോൾ ചിലപ്പോൾ അറിയും. നിന്റെ കൂടെ അറ്റൻഡ് ചെയ്യുന്നവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നവർ ആയിരിക്കണം. അവരോട് മാത്രം കാര്യങ്ങൾ പറയണം. നമുക്കടുത്തറിയുന്നവർ മതി. ക്യാഷ് കൊടുത്ത് സെറ്റിൽ ചെയ്യാം അവരെ. പിന്നെ ജനിച്ചു കഴിയുമ്പോൾ ആ കുഞ്ഞിനെ അവിടുന്ന് മാറ്റണം. ആദ്യത്തെ കുട്ടിയെ അവർക്ക് കൊടുക്കുക. രണ്ടാമത്തെ കുട്ടി നമ്മൾക്കുള്ളത്. അവളെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ പോകുന്നു, ദൂരേക്ക്. ഇവരുടെ അടുത്തേക്ക് പിന്നെ നമ്മൾ വരുന്നില്ല. ആരും അറിയുകയുമില്ല. രാമകൃഷ്ണൻ തൻ്റെ പ്ലാനിങ് പറഞ്ഞു. തൻ്റെ ഭർത്താവ് പറയുന്നത് കേട്ടതും അവരുടെ മനസ്സും ചഞ്ചലപ്പെട്ടുപോയി. ഒരു കുഞ്ഞിനെ അതിയായി ആമോഹിച്ചവൾ അങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചു. എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ ചെയ്യുന്നത് തെറ്റിയെന്നൊരു തോന്നലും ഉടലെടുത്തിരുന്നു. പക്ഷേ അതിനേക്കാൾ മുകളിൽ കുഞ്ഞിന് സ്ഥാനം വന്നു. തൻ്റെ ഭർത്താവ് പറഞ്ഞതുപോലൊരു കുട്ടിയുള്ളൂ എന്ന് നുണ പറഞ്ഞു. വേണ്ട കെയറിങ്ങും മരുന്നുമൊക്കെ ലക്ഷ്മി രാധികയ്ക്ക് കൊടുക്കുമായിരുന്നു. രാധിക തൻ്റെ കൂട്ടുകാരിയെ വിശ്വസിച്ചിരുന്നു. ഒപ്പം രാജശേഖരനും. അങ്ങനെ പ്രസവ ഡേറ്റ് അടുത്തതും ഇല്ലാത്ത കോംപ്ലിക്കേഷൻസ് പറഞ്ഞു ഓപ്പറേഷൻ കയറ്റി ലക്ഷ്മി. ദേവിക്ക് 2 ഇരട്ട കുട്ടികൾ ഉണ്ടായി. അതും 2 പെൺകുട്ടികൾ. ആദ്യത്തെ കുട്ടിയെ എടുത്തപ്പോൾ തന്നെ കുഞ്ഞ് കരഞ്ഞിരുന്നു. കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട ദേവിയുടെ മിഴികൾ നിറഞ്ഞു. രണ്ടാമത്തെ കുട്ടിയെ എടുത്തപ്പോൾ തന്നെ അവർ അവിടുന്ന് മാറ്റി. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിൻ്റെ കരച്ചിൽ അവർ കേട്ടില്ല.
ലക്ഷ്മി അന്ന് സഹായിച്ചവർ ആരും ഈ കാര്യം പറഞ്ഞതുമില്ല. കാരണം അവർക്ക് ആവശ്യമുള്ളത് പണമായിരുന്നു. അത് ലക്ഷ്മി നൽകിയതും അന്ന് കൂടെ ഉണ്ടായവർ ആരും ഒന്നും തന്നെ പറഞ്ഞില്ല. ഭദ്രാദേവി ഡിസ്ചാർജായി പോന്നതിനു ശേഷം ലക്ഷ്മിയും ഭർത്താവും കുഞ്ഞിനെ കൊണ്ട് അവിടുന്ന് താമസം മാറി ബാംഗ്ലൂരിലേക്ക് പോയി. പിന്നെയുള്ള കാലം ബാംഗ്ലൂരിലായിരുന്നു അവരുടെ ജീവിതം. അവർ ആ കുട്ടിക്ക് പവിത്ര എന്ന് പേരിട്ടു, പവിമോൾ. എന്നാൽ സന്തോഷകരമായി ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അന്ന് അവരുടെ കൂടെ ഓപ്പറേഷൻ തിയേറ്ററിലുണ്ടായിരുന്ന ലക്ഷ്മിയുടെ ഭർത്താവിൻ്റെ അനിയൻ ചന്ദ്രൻ ബാംഗ്ലൂരിലേക്ക് വരുന്നത്. അയാൾ കുടുംബവുമായിട്ടായിരുന്നു വന്നത്. അങ്ങനെ അയാൾക്ക് അവരെയും കൂടി നോക്കേണ്ട ഗതിയായി. ഇല്ലെങ്കിൽ സത്യങ്ങൾ പറയുമെന്നൊരു ഭീഷണിയും ഉണ്ടായിരുന്നു. അന്ന് തൊട്ട് പവിത്രയുടെ കൂട്ടുകാരിയായിരുന്നു അയാളുടെ മകൾ രേവതി. പിന്നെ അങ്ങോട്ടുള്ള ജീവിതം ഇവർ ഒരുമിച്ചായിരുന്നു. പഠനമൊക്കെ കഴിഞ്ഞ് ഇരുവരും ജോലിയിലേക്ക് പ്രവേശിച്ചു. അതും ഡോക്ടറായി തന്നെ, അവരുടെ ഹോസ്പിറ്റലിൽ. ഇരുവർക്കും കല്യാണമൊക്കെ ആലോചിച്ചുറപ്പിച്ചിരിക്കുന്ന സമയത്തായിരുന്നു ഒരിക്കൽ ബാംഗ്ലൂർ ഹോസ്പിറ്റലിൽ വെച്ച് മഹാദേവനെ കാണുന്നത്. ഒരു ആക്സിഡന്റ് കേസ് കൊണ്ടുവന്നതായിരുന്നു. അന്ന് പവിത്രക്ക് അയാളുടെ പെരുമാറ്റം ഇഷ്ടമായി. അത്രയും കെയറിങ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കുട്ടി ഡിസ്ചാർജ് ആകുന്നത് വരെ മഹാദേവനെ ഒളിച്ചു നിന്ന് നിരീക്ഷിക്കുമായിരുന്നു. ഒരിക്കൽ പോലും മഹാദേവൻ പവിത്രയെ കണ്ടിരുന്നില്ല. ഒരിക്കൽ പുറത്തൊരു മാളിൽ വെച്ച് മഹാദേവന്റെ കൂടെ ഒരു പെൺകുട്ടിയെ കണ്ടതും അവരുടെ കണ്ണുകൾ ചുരുങ്ങി. എന്നാൽ ഇരുവരും തിരിച്ചറിഞ്ഞതും പവിത്രയ്ക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. തന്നെ പോലെ ഒരുവൾ. വേഷത്തിൽ മാറ്റമുണ്ടെന്നേ ഉള്ളൂ. ഒപ്പം അവളുടെ കഴുത്തിലെ താലിയും സിന്ദൂരവും കണ്ടതും അവൾ അവരെ തന്നെ നോക്കി നിന്നുപോയി. അവരവിടുന്ന് പോകുവാൻ തുടങ്ങിയതും പവിത്ര രേവതിയെ വിട്ട് കാര്യങ്ങൾ ചോദിച്ചു. അവൾ പറയുന്ന കാര്യങ്ങൾ കേട്ടതും പവിത്രയിൽ എന്തെന്നില്ലാത്ത ദേഷ്യം ഉടലെടുത്തു. മഹാദേവന്റെ കല്യാണം കഴിഞ്ഞ് പാർവതിയുമായി ഒരു ചെറിയ ട്രിപ്പ് വന്നതായിരുന്നു അവർ. മഹാദേവന്റെ ഭാര്യയാണ് പാർവതി എന്ന് അറിഞ്ഞത് പവിത്രയിൽ ദേഷ്യമുണ്ടാക്കി. അതിൽ മുന്നിലായി ഒരു കാര്യം അവളിൽ മുന്നിട്ടു നിന്നു. താനും പാർവതിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന്. അതറിയണമെന്ന് ആഗ്രഹിച്ച് അവൾ വേഗം വീട്ടിലേക്ക് പോന്നു. ഒപ്പം രേവതിയും. വീട്ടിലെത്തുമ്പോൾ അമ്മയും അച്ഛനുമില്ല. ആ ദേഷ്യത്തിൽ മുറിയിലേക്ക് പോകുമ്പോഴാണ് രേവതിയുടെ അച്ഛൻ പവിയോട് കാര്യം തിരക്കുന്നത്. രേവതി കാര്യങ്ങൾ പറഞ്ഞതും ചെറിയച്ഛൻ സത്യങ്ങൾ പറഞ്ഞു. തൻ്റെ ചെറിയച്ഛൻ്റെ വായിൽ നിന്നും തന്നെക്കുറിച്ചുള്ള സത്യങ്ങൾ അറിഞ്ഞതും അവൾ ഞെട്ടി. അതും അയാൾ പറഞ്ഞത് കേട്ടതും മഠത്തിൽ വീട്ടുകാരോട് അടങ്ങാത്ത ദേഷ്യം തോന്നിപ്പോയി അവൾക്ക്. അന്നവൾ ചെറിയച്ഛനോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി. അയാൾ മഠത്തിൽ വീട്ടുകാരെ അത്രയും മോശമായി പറഞ്ഞു. ഇരട്ട കുട്ടികളെ നോക്കാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് ഒരു കുഞ്ഞിനെ ഉപേക്ഷിച്ചത് എന്ന് പറഞ്ഞു. ചന്ദ്രൻ അങ്ങനെ പറഞ്ഞതിനും കാര്യമുണ്ട്. അയാളോട് ലക്ഷ്മിയും രാമകൃഷ്ണനും പറഞ്ഞിരിക്കുന്നത് അങ്ങനെയായിരുന്നു. അയാൾക്കറിയില്ലായിരുന്നു അവർ അറിയാതെ എടുത്തതാണ് പവിത്രയെ എന്ന്. തൻ്റെ ചെറിയച്ഛൻ പറഞ്ഞതൊക്കെ പവിത്ര വിശ്വസിച്ചു. അവൾക്ക് ഭദ്രാദേവിയോടും രാജശേഖരനോടും ദേഷ്യം തോന്നി. ഒപ്പം അവളുടെ മനസ്സിൽ മഹാദേവൻ ആഴത്തിൽ പതിഞ്ഞു. എങ്ങനെയെങ്കിലും അയാളുടെ ഭാര്യയാക്കുവാൻ അവൾ ആഗ്രഹിച്ചു. എന്നാൽ ഇതൊക്കെ അറിഞ്ഞ രാമകൃഷ്ണൻ പവിത്രയോട് ദേഷ്യപ്പെട്ടു. ഒരിക്കലും അവളുടെ ആഗ്രഹം നടത്തി കൊടുക്കുകയില്ല എന്ന് പറഞ്ഞു. മഹാദേവൻ വേറെ വിവാഹം കഴിച്ചില്ല എങ്കിൽ അയാൾ തൻ്റെ മകളുടെ ആഗ്രഹം സാധിച്ചേനെ. ഇത് മഹാദേവന്റെ കല്യാണം കഴിഞ്ഞതാണ്. മാത്രമല്ല രാധികയുടെ മകളാണ്. അയാളുടെ ഭാര്യ എന്നത് അയാളിൽ പേടി തോന്നിച്ചു. ചെറിയച്ഛൻ്റെ വായിൽ നിന്നും സത്യങ്ങൾ അറിഞ്ഞു എന്നത് പവിത്ര പറഞ്ഞതും അയാളുടെ ഭയമേറി. എന്നാൽ അവളുടെ യഥാർത്ഥ വീട്ടുകാരോട് അടങ്ങാത്ത ദേഷ്യമാണെന്നറിഞ്ഞതും എത്രയും പെട്ടെന്ന് അവളുടെ കല്യാണം നടത്താൻ അയാൾ ശ്രമിച്ചു. എന്നാൽ പവിത്ര കല്യാണത്തിന് സമ്മതിച്ചില്ല. ഒത്തിരി വാശി പിടിച്ചിരുന്നു അവൾ. അങ്ങനെ രാമകൃഷ്ണൻ ആ കല്യാണം വേണ്ടെന്ന് വെച്ചു. രേവതിയുടെ മാത്രം വിവാഹം നടന്നു. അവൾ പോയതോടെ പവിത്ര ഒറ്റയ്ക്കായി. എങ്കിലും ആശുപത്രിയിൽ വെച്ച് രേവതിയെ കാണുന്നത് ഒരു ആശ്വാസമായിരുന്നു പവിത്രയ്ക്ക്. 3-4 മാസങ്ങൾ കടന്നുപോയി. രേവതി പ്രഗ്നൻ്റായി. പവിത്ര അവളെ നല്ലപോലെ കെയർ ചെയ്തിരുന്നു. അവളിലെ മാറ്റങ്ങൾ പവിത്രയിലെ മാറ്റങ്ങൾ ഉണ്ടാക്കി. ഒരമ്മയാകാൻ അവൾക്കും കൊതി തോന്നി. ഇത് മനസ്സിലാക്കിയ ലക്ഷ്മിയും രാമകൃഷ്ണനും അവളുടെ കല്യാണം നടത്താൻ തീരുമാനിച്ചു. അതിന് പവിത്ര സമ്മതിക്കുകയും ചെയ്തു. അവളുടെ സമ്മതം കിട്ടിയതും എല്ലാവരിലും സന്തോഷമുണ്ടാക്കി. അങ്ങനെ അവരുടെ ആഗ്രഹപ്രകാരം പവിത്രയുടെ കല്യാണം കഴിഞ്ഞു. സന്തോഷത്തോടെ പവിത്രയുടെ ജീവിതം മുന്നോട്ടു പോയി. ഇതിനിടയിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെയും പവിത്ര മറന്നു തുടങ്ങിയിരുന്നു. പവിത്രയും തൻ്റെ ഭർത്താവ് വിനോദുമായി അവളുടെ സ്വപ്നങ്ങൾ